സക്സസ് ഫയലിലേക്ക് സ്വാഗതം. CPO, WCPO പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടവയാണ്. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും ക്ലാസ് കാണുക, ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 50 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം അല്ലെങ്കിൽ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏത്? സെക്ഷൻ 45 ആണ്. സെക്ഷൻ 45 ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 45. അടുത്ത ചോദ്യം, പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏത്? പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 117 ആണ്. സെക്ഷൻ 117 പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 117. അടുത്ത ചോദ്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏതാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ, ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 54 ആണ്. സെക്ഷൻ 54 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷനാണ് സെക്ഷൻ 54. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വിവരം, മൂന്നാം കക്ഷി വിവരങ്ങൾ, വിവരം നിരസിക്കാനുള്ള കാരണങ്ങൾ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? മൂന്നാം കക്ഷി വിവരങ്ങൾ. ഓപ്ഷൻ ബി ആണ് മൂന്നാം കക്ഷി വിവരങ്ങൾ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. IPC സെക്ഷൻ 390 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? IPC സെക്ഷൻ 390 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? കവർച്ച. IPC സെക്ഷൻ 390 പ്രതിപാദിക്കുന്നത് കവർച്ചയെക്കുറിച്ചാണ്. കവർച്ച. അടുത്ത ചോദ്യം, NDPS നിയമത്തിലെ സെക്ഷൻ 27A പ്രകാരം അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനും ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? NDPS നിയമത്തിലെ സെക്ഷൻ 27A പ്രകാരം അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനും ലഭിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 10 മുതൽ 20 വർഷം തടവും 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 10 മുതൽ 20 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് NDPS നിയമത്തിലെ സെക്ഷൻ 27A പ്രകാരം അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനും ലഭിക്കാവുന്ന ശിക്ഷ എന്നത്. ഓപ്ഷൻ ബി 10 മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും. അടുത്ത ചോദ്യം,
IPC സെക്ഷൻ 82 പ്രകാരം 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? IPC സെക്ഷൻ 82 പ്രകാരം 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1 ദിവസം കോടതി തടവ്, 7 ദിവസം തടവ്, 3 മാസം തടവ്. ഇത് ഒന്നുമല്ല എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇവ ഒന്നുമല്ല, ഇതൊന്നുമല്ല. IPC 82 എന്നത് 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ കഴിയില്ല, ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാനായിട്ട് കഴിയില്ല. അടുത്ത ചോദ്യം, പോക്സോ നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരം ലൈംഗിക പീഡനത്തിന് ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? പോക്സോ നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരം ലൈംഗിക പീഡനത്തിന് ലഭിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 വർഷം വരെ തടവും പിഴയും. 3 വർഷം വരെ തടവും പിഴയും. പോക്സോ നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരം 3 വർഷം വരെ തടവും പിഴയും. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തിൽ പെടാത്തതേത്? കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ഓപ്ഷൻ ബി, ഏതൊരു വ്യക്തിക്കും ന്യായമായ നിയമാനുസൃതമായ സേവനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓപ്ഷൻ സി, ഏതൊരു പൗരനും പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കഴിയുന്ന വ്യക്തിയെ സന്ദർശിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി, സ്ത്രീകൾക്ക് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയുടെ പരാതി നൽകുവാനുള്ള അവകാശമുണ്ട്. ചോദ്യം എന്താണ്? കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്. ഏതൊരു പൗരനും പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കഴിയുന്ന വ്യക്തിയെ സന്ദർശിക്കാവുന്നതാണ് എന്നതാണ് പൊതുജനങ്ങൾക്കുള്ള അവകാശത്തിൽ പെടാത്തത്. CRPC സെക്ഷൻ 2N എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? CRPC സെക്ഷൻ 2N എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? കുറ്റം അല്ലെങ്കിൽ ഒഫൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. CRPC സെക്ഷൻ 2N പ്രതിപാദിക്കുന്നത് കുറ്റം. ഓപ്ഷൻ എ, കുറ്റം. സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏതാണ്? സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ ഏതാണ്? സെക്ഷൻ 161 ആണ്. സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട CRPC സെക്ഷനാണ് സെക്ഷൻ 161. കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ ഏതാണ്? കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 28 ആണ്. സെക്ഷൻ 28 ആണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ 28. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ തെളിവ് അല്ലാത്തത് ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ തെളിവ് അല്ലാത്തത്. ഓപ്ഷൻസ്: ഓറൽ എവിഡൻസ്, ഇൻഡയറക്റ്റ് എവിഡൻസ്, പ്രൈമറി എവിഡൻസ്, കൺക്ലൂസീവ് എവിഡൻസ്. ഇതിൽ തെളിവ് അല്ലാത്തത് ഏത്?
ഇൻഡയറക്റ്റ് എവിഡൻസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇൻഡയറക്റ്റ് എവിഡൻസ്. IT ആക്ട് നിലവിൽ വന്നതെന്ന്. IT ആക്ട് നിലവിൽ വന്നത് എന്ന്. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. അടുത്ത ചോദ്യം, IPC സെക്ഷൻ 376C പ്രകാരം അധികാര സ്ഥാനത്തുള്ള വ്യക്തി നടത്തുന്ന ലൈംഗിക വേഴ്ചയ്ക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? IPC സെക്ഷൻ 376C പ്രകാരം അധികാര സ്ഥാനത്തുള്ള വ്യക്തി നടത്തുന്ന ലൈംഗിക വേഴ്ചയ്ക്ക് ലഭിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5 മുതൽ 10 വർഷം വരെ കഠിന തടവും പിഴയുമാണ്. ഓപ്ഷൻ ബി 5 മുതൽ 10 വർഷം വരെ കഠിന തടവും പിഴയും. അടുത്ത ചോദ്യം, സ്വകാര്യതയുടെ ലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏത്? സ്വകാര്യതയുടെ ലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ. സെക്ഷൻ 66E ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സെക്ഷൻ 66E ആണ് സ്വകാര്യതയുടെ ലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ. CRPC സെക്ഷൻ 77 പ്രകാരം ഒരു അറസ്റ്റ് എവിടെയാണ് നടപ്പാക്കാവുന്നത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എവിടെയും, ഹൈക്കോടതിയുടെ പരിധിയിൽ എവിടെയും, കേരളത്തിൽ എവിടെയും, ഇന്ത്യയിൽ എവിടെയും. CRPC സെക്ഷൻ 77 പ്രകാരം ഒരു അറസ്റ്റ് എവിടെയാണ് നടപ്പാക്കാവുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിൽ എവിടെയുമാണ്. ഇന്ത്യയിൽ എവിടെയും. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് 2012 എത്ര സെക്ഷനുകൾ ഉണ്ട്? പോക്സോ ആക്ട് 2012 എത്ര സെക്ഷനുകൾ ഉണ്ട്? 46. പോക്സോ ആക്ട് 2012 46 സെക്ഷനുകളാണ് ഉള്ളത്. 46. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? അടുത്ത ചോദ്യം, കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? 300. കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 300. അടുത്ത ചോദ്യം, IPC സെക്ഷൻ 325 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? IPC സെക്ഷൻ 325 പ്രകാരമുള്ള ശിക്ഷ സ്വമേധയാ ഗുരുതരമായിട്ട് മുറിവേൽപ്പിക്കൽ. പണിഷ്മെന്റ് ഫോർ വോളണ്ടറിലി കോസിംഗ് ഗ്രീവസ് ഹർട്ട്. IPC സെക്ഷൻ 325 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? 7 വർഷം തടവും പിഴയുമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 7 വർഷം തടവും പിഴയും. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്? സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെട്ട IPC സെക്ഷൻ. 304B ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 304B. അടുത്ത ചോദ്യം, എയും ബിയും സുഹൃത്തുക്കളാണ്. എയുടെ മാല ബി പണയം വെക്കുന്നു എയുടെ സമ്മതത്തോടെ. തുടർന്ന് എയുടെ അനുവാദം ഇല്ലാതെ ബി ഈ മാല വിൽക്കുന്നു. എയുടെ പരാതിയിന്മേൽ താഴെ പറയുന്ന ഏത് വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം? എയും ബിയും സുഹൃത്തുക്കളാണ്. എയുടെ മാല ബി പണയം വെക്കുന്നു എയുടെ സമ്മതത്തോടു കൂടി തന്നെ. തുടർന്ന് എയുടെ അനുവാദം ഇല്ലാതെ ഈ മാല ബി എടുത്ത് വിൽക്കുന്നു. എയുടെ പരാതിയിന്മേൽ താഴെ പറയുന്ന ഏത് വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. IPC 405 പ്രകാരം. എവിടെ നടപ്പിലാക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? വാറണ്ട് എവിടെ നടപ്പിലാക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. CRPC വകുപ്പ് 77 ആണ്. വാറണ്ട് എവിടെ നടപ്പിലാക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന CRPC വകുപ്പാണ്. CRPC വകുപ്പ് 77. പോലീസ് പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? പോലീസ് പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? CRPC വകുപ്പ് 57 ആണ്. CRPC വകുപ്പ് 57. പോലീസ് പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന CRPC വകുപ്പാണ്. CRPC വകുപ്പ് 57. അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം 3 ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം 3. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഡോക്യുമെന്റുകളുടെ കൗണ്ട് ഓഫ് ഫോയിലുകൾ ഏതു തരം തെളിവിന് ഉദാഹരണമാണ്? കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഡോക്യുമെന്റുകളുടെ കൗണ്ട് ഓഫ് ഫയലുകൾ ഏതു തരം തെളിവിന് ഉദാഹരണമാണ്? സെക്കൻഡറി എവിഡൻസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സെക്കൻഡറി എവിഡൻസ്. പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 61 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സെക്ഷൻ 61. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? 119. സെക്ഷൻ 119 ആണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ 119. കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3. ഓപ്ഷൻ സി 3. NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1985 നവംബർ 14. 1985 നവംബർ 14 NDPS ആക്ട് നിലവിൽ വന്നത്. 1985 നവംബർ 14. NDPS ആക്ട് നിലവിൽ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? NDPS ആക്ട് നിലവിലെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 4 തവണ. NDPS ആക്ട് നിലവിലെ 4 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് യഥാക്രമം 1988, 2001, 2014, 2021 വർഷങ്ങളിലാണ്. 1988, 2001, 2014, 2021. പോക്സോ നിയമപ്രകാരം കുട്ടിയായി കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? പോക്സോ നിയമപ്രകാരം കുട്ടിയായി കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? 18 വയസ്സ്. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടി നിലവിൽ വന്ന ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടി നിലവിൽ വന്ന ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1098. IT നിയമം 66D പ്രകാരമുള്ള ശിക്ഷ എന്താണ്? IT നിയമം 66D പ്രകാരമുള്ള ശിക്ഷ. ഓപ്ഷൻസ്: 3 വർഷം തടവ്, 1 ലക്ഷം പിഴ, 5 വർഷം തടവും 1 ലക്ഷം പിഴയും, 7 വർഷം തടവും 1 ലക്ഷം പിഴയും. ഇതൊന്നുമല്ല. IT നിയമം 66D പ്രകാരമുള്ള ശിക്ഷ.
ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. 3 വർഷം തടവ് 1 ലക്ഷം രൂപ പിഴ. IT നിയമം 66D പ്രകാരമുള്ള ശിക്ഷ. 2 അതിലധികവും ശിക്ഷകളുടെ കൂടിച്ചേരലുകളുമായി ബന്ധപ്പെട്ട IT വകുപ്പ് ഏതാണ്? 2 അതിലധികവും ശിക്ഷകളുടെ കൂടിച്ചേരലുകളുമായി ബന്ധപ്പെട്ട IT വകുപ്പ്. 77A ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 77A. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ റാങ്കിന് തുല്യമായ പദവി ഏതാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ റാങ്കിന് തുല്യമായ പദവി. ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്യാബിനറ്റ് സെക്രട്ടറി. അടുത്ത ചോദ്യം. 3ാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. സെക്ഷൻ 11 ആണ് 3ാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 11. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 1872 ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 1872. കമ്മ്യൂണിറ്റി പോലീസിംഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? കമ്മ്യൂണിറ്റി പോലീസിംഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 64 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സെക്ഷൻ 64. ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം 167 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 167. ജീവന് അപകടമായ രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കുന്നതിനുള്ള വിദ്വേഷപൂർണമായ പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ജീവന് അപകടമായ രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കുന്നതിനുള്ള വിദ്വേഷപൂർണമായ പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? സെക്ഷൻ 270 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സെക്ഷൻ 270. കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം. കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം 2011 ആണ്. 2011 ആണ് കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം. പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വന്നത് എന്ന്? പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2012 നവംബർ 14. 2012 നവംബർ 14 പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വന്നത്. സൈബർ ടെററിസം IT ആക്ട് 2000 ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ ടെററിസം സെക്ഷൻ 66F ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെക്ഷൻ 66F. കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന IPC വകുപ്പ്. കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന IPC വകുപ്പ്. സെക്ഷൻ 405 ആണ്. ഓപ്ഷൻ എ സെക്ഷൻ 405. കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ്. കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ്. സെക്ഷൻ 376D ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെക്ഷൻ 376D. അവസാനത്തെ ചോദ്യം. ഏതെങ്കിലും ഒരു ജലസ്രോതസ് മലിനമാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ഏതെങ്കിലും ഒരു ജലസ്രോതസ് മലിനമാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 277 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സെക്ഷൻ 277. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെയ്ത 50 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്